അങ്ങനെ യുവനടി റിനി ആൻഡ് ജോർജ് കഴിഞ്ഞ ദിവസം മാളത്തിന് വെളിയിൽ വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. രാഹുൽ എന്നൊരു വ്യക്തിയെ തകർത്തത് ഇവളെ ആ ഒരു ബൂക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടിട്ടാണ്. എത്ര ആളുകൾ ഈ റിനിയെ വെറുക്കുന്നുണ്ടെന്ന് ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. എത്ര ആളുകൾ റിനിയെ വെറുക്കുന്നുണ്ടെന്ന് അറിയാനാണ്. ഒരു 2000 ലൈക്കൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊക്കെ കുറവാണ്. പിന്നെ അതല്ല, അതിന് മുമ്പ് റിനിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിനിയുടെ ബൈറ്റ്സുകൾ ഓൺലൈൻ മീഡിയാസിൽ ഞാൻ കാണാനിടയുണ്ടായി. അപ്പം ആദ്യം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വി.ഡി. സതീശൻ ഇപ്പോൾ എന്നെ വിളിക്കുന്നില്ല, എന്നോടൊന്നും സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരിഭവം പറയുന്ന റിനിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിനുമ്പോൾ ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. രാഹുൽ പാർട്ടി പറഞ്ഞാൽ ഞാൻ മത്സരിക്കും, ഒന്നുകൂടെ മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. സത്യം പറഞ്ഞാൽ പുള്ളിക്കൊരു അവസരം കൂടെ കൊടുക്കാമായിരുന്നു. അത്രമാത്രം ക്രൂരതയും അത്രമാത്രം തെറ്റൊന്നും പുള്ളി ചെയ്തിട്ടില്ല. പുള്ളിയെക്കാളും എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ആളുകൾ ഇപ്പോഴും മന്ത്രി സ്ഥാനത്തും അതുപോലെ MLA സ്ഥാനത്തൊക്കെ ഇരിക്കുന്നില്ല. ഈ പ്രസ്ഥാനങ്ങളിൽ ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും തുടരുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് രാഹുലിനെ മത്സരിപ്പിച്ചില്ല? ആത്മാർത്ഥമായിട്ട് പറയുവാണെങ്കിൽ ഒരു അവസരം കൂടെ കൊടുക്കാമായിരുന്നു. എത്ര ആളുകൾ അതിനോട് യോജിക്കുന്നുണ്ട്? രാഹുലിന് ഒരു അവസരം കൂടെ കൊടുക്കാമെന്ന് യോജിക്കുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അറിയാനെ കൊണ്ടാണ്. കാരണം ഒരു അവസരം കൊടുത്തെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത്രമാത്രം തെറ്റ് പുള്ളി ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരു ചാൻസ് കൂടെ കൊടുക്കാമെന്നേ ഉള്ളായിരുന്നു. പോട്ടെ. എന്തായാലും പുള്ളിയുടെ രാഷ്ട്രീയ ഭാവി തകർത്ത് പല ആളുകൾക്കും കയറി മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ കർമ്മ എന്നൊരു സാധനമുണ്ട്, കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഉറപ്പായിട്ട് തിരിച്ച് കിട്ടിയിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം റിനിയായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ ഒരു ക്ലിപ്പ് വയ്ക്കാം. അതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് റിനി പറയുന്നത്, എന്നെ വി.ഡി. സതീശൻ എന്നെ വിളിക്കാറില്ല, ഇപ്പം ഞാനും വിളിക്കാറില്ല, കുറേ നാളായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിണ്ടിയിട്ടും മെസ്സേജ് അയച്ചിട്ടെന്നൊക്കെയുള്ളൊരു പരാതിയാണ് കണ്ടത്. എനിക്ക് തോന്നുന്നു എനിക്ക് ഒന്ന് പാലക്കാട് സീറ്റൊക്കെ ഉറപ്പ് കൊടുത്ത് കാണും. മോളെ, നിന്നെ ഞാൻ പാലക്കാട് മത്സരിപ്പിക്കാം, രാഹുലിനെ ഇറക്കിയെന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് പാലക്കാട് നിന്നെ ഒന്ന് MLA സ്ഥാനത്തേക്കൊന്ന് പരിഗണിക്കാമെന്നൊക്കെ പറഞ്ഞു കാണും. വി.ഡി. സതീശനല്ലേ ആള്, വായെടുത്താൽ പറയുന്ന മൊത്തം നുണയല്ലേ. എന്തായാലും റിനിയുടെ ഇപ്പം പുതിയൊരു ഓൺലൈൻ മീഡിയാസിന് എടുത്തൊരു ബൈറ്റ്സ് ഞാൻ കാണാനിടയുണ്ടായി. ഞാനിവിടെ നിന്ന് വെച്ച് തരാം. അതിനകത്ത് റിനി പറയുന്നത് ഷാഫി പറമ്പിലിനെ പറ്റിയാണ്. നമ്മൾ കണ്ടതാണ് ഷാഫി പറമ്പിലിന് ബർത്ത്ഡേ വിഷസ് ആഘോഷിക്കുന്ന റിനിയെ ആഘോഷിച്ച് മെസ്സേജ് ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടേക്കുന്ന റിനിയുടെ FBക്കകത്ത് ഷെയർ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് നമ്മളെല്ലാവരും കണ്ടതാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഷാഫി പറമ്പിലിൻ്റെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ വൈഫിന് പോലും പുള്ളിയുടെ ബർത്ത്ഡേ എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ റിനിക്ക് അറിയാം. അപ്പം ഈ സാധനം ഈ ലോകത്തുള്ള ആളുകളെ എല്ലാം ബർത്ത്ഡേ ഇങ്ങനെ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പം നോക്കിക്കോണം. ഇതുപോലൊരു ബർത്ത്ഡേ വിഷസ് കൊടുത്തെയാണ്, ഇതുപോലൊരു മെസ്സേജ് അയച്ചാണ് വിഷ് ചെയ്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ. പുള്ളിയുടെ അവസ്ഥ ഇപ്പം കണ്ടില്ലേ. രാഹുൽ പിന്നെ അവിവാഹിതനാണെന്നെങ്കിലും പറയാം, പക്ഷേ ഈ ഷാഫി പറമ്പിൽ അതുപോലല്ല. പുള്ളിക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്. പുള്ളിയുടെ കുടുംബവും കൂടെ തകർത്ത് കളയില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്, ഇനി ഇതുപോലുള്ള ബർത്ത്ഡേ വിഷസ് ഇട്ട് കളഞ്ഞിട്ട്. എന്തായാലും റിനി എന്നൊരാൾ കാരണമാണ്. നീ നോക്കിക്കോ. കാരണം രാഹുലിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള രാഹുലിൻ്റെ അമ്മയുടെ ആ ഒരു കണ്ണീര്, കാരണം ആ ഒരു അമ്മ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? കാരണം രാഹുൽ ഒന്ന് ആലോചിച്ച് നോക്കിയിടേ, ഒരു മകനെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പബ്ലിക്കിൽ നമുക്കിനി എന്ത് നമുക്ക് സഹിക്കാം. കള്ളനെന്നോ അതുപോലെ ഒരു സ്ത്രീ പീഡകനെന്നോ മുദ്ര കുത്തി കഴിഞ്ഞാൽ ഒരു മരണം വരെയും അയാളെ മേലിൽ ആ ഒരു മുദ്ര അങ്ങനെ കിടക്കും അല്ലേ? ആ ഒരു കണ്ണിലൂടെ ആയിരിക്കും അയാളെ ജനങ്ങൾ കാണുന്നതും ക്രൂശിക്കുന്നതും. മരണം വരെ ക്രൂശിച്ചുകൊണ്ടേയിരിക്കും. ആ അമ്മയുടെയൊക്കെ കണ്ണീരുണ്ടല്ലോ, കണ്ണീരിന് നിനക്ക് കിട്ടിയിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല യുവനരി. കാരണം നീ ഒരാൾ കാരണമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. നീ എവിടുന്നോ ആരോ കൊടുത്ത പൈസ, എവിടുന്ന് നമുക്കറിയാം ആരൊക്കെയാണെന്ന്. ഞാൻ പിന്നെ അതൊന്ന് ഇതാക്കി പറഞ്ഞതേ ഉള്ളൂ. ആരാണ് പൈസ കൊടുത്തതെന്നും ആരാണ് രാഹുലിനെ തകർക്കാൻ നിൽക്കുന്നതെന്നൊക്കെ. ഭരണപക്ഷം രാഹുലിനെ തകർക്കാൻ നിന്നെങ്കിൽ അതിനെ ഒത്താശ ചെയ്ത് പ്രതിപക്ഷം നിന്നെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സംശയമില്ല, ഒരു മടിയില്ല പറയുന്നതിന്. ഭരണപക്ഷം തകർക്കാൻ നോക്കി രാഹുലിനെ, പ്രതിപക്ഷം എന്ത് ചെയ്ത്? അതിന് സപ്പോർട്ട് ചെയ്ത്, അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. അതാണ് ഇവിടെ ഉണ്ടായത്. രാഹുൽ എന്നൊരു വ്യക്തിയുടെ ഞാൻ ഈ വീഡിയോയ്ക്ക് ശേഷം അവസാനം ഞാനൊരു ക്ലിപ്പ് വെച്ച് തരാം. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇതുപോലൊരു നേതാവിനെ ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?
ഇത്രയും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്ത് നെഞ്ചും പിരിച്ച് നിന്ന് സമരം ചെയ്ത ഒരു യുവ നേതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ചിലപ്പോൾ പാർട്ടിയിലൊക്കെ മുന്നേ ഉണ്ടായിരിക്കും. കേസിനെ പോലുള്ള ആളുകളൊക്കെ കണ്ണൂർ നെഞ്ചും മിരിച്ച് നിന്ന് കേസിനെ പോലുള്ള ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കണ്ണൂർ ഒരു വളർച്ച വന്നത്. അപ്പം കേസിനെ പോലുള്ള ആളുകൾ മുമ്പേ ഉണ്ടായിരിക്കാം. പക്ഷേ രാഹുൽ എന്ന വളർന്നു വരുന്ന യുവ നേതാവായിട്ടുള്ള രാഹുലിനെ പോലെ ഒരാളെ എന്ന് കാണിച്ചു തരാൻ പറ്റുമോ? യുവ നേതാവിനെ ഒരിക്കലും വേറെ ഒരാളെ രാഹുലിന് പകരം പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലായാലും ഭരണപക്ഷത്തായാലും. അപ്പം ഞാനിവിടെ ആദ്യം റിനിയുടെ സ്കിപ്പ് ചെയ്യില്ല, ഞാൻ ആദ്യം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് ഞാൻ ഒരു വീഡിയോ വെച്ചു തരാം. അത് നിങ്ങൾ ഫുള്ളൊന്ന് കാണണം കേട്ടോ. ഇവിടെ റിനി പറയുന്ന ഷാഫിയുടെ ബർത്ത്ഡേയുമായിട്ട് ബന്ധപ്പെട്ട് റിനി പറയുന്ന ഒരു ക്ലിപ്പും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഇപ്പം ഇലക്ഷൻ്റെ സമയമായപ്പോഴത്തേക്ക് പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ 12 മണിയുടെ സീക്രട്ട് ചാറ്റിനെ പറ്റിയിട്ടുള്ള വെളിപ്പെടുത്തിയല്ലോ. അന്ന് മുങ്ങിയതാണ്. പിന്നെ ഇപ്പോഴാണ് റിനി പൊങ്ങുന്നത്. എന്നാലും പുള്ളിക്കാരി പറയുന്നൊന്ന് കേട്ടു നോക്കേ. സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു, അതെന്താ സംഭവം? അത് ഞാൻ ഷാഫിക്ക് ഒരു ബർത്ത്ഡേ വിഷ് ഇട്ടതാണ്. ഞാൻ എല്ലാ കൊല്ലം ഷാഫിക്ക് ബർത്ത്ഡേ വിഷ് ഇടാറുണ്ട്. എനിക്ക് അറിയുന്ന ഒരാളാണ് ഷാഫിക്ക. അങ്ങനെ ബർത്ത്ഡേ വിഷ് ഇട്ടതാണ്. പക്ഷെ അതും ട്രോളായി. ഷാഫി പറമ്പിലൂടെ മുമ്പേ പരിചയമുണ്ടോ? ഉണ്ട്. നേരത്തെ തന്നെ പരിചയമുണ്ട്. ഞാനിത് 2023 തുടങ്ങി എനിക്ക് അദ്ദേഹത്തെ വളരെ അടുത്ത് അറിയുന്നതാണ്. അദ്ദേഹത്തിന് എന്നെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ എല്ലാ കൊല്ലം വിഷ് ഇടുന്നതാണ്. അതുപോലെ തന്നെ ഇപ്രാവശ്യം വിഷ് ഇട്ടു. അത്രയും കണ്ടല്ലോ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രാഹുൽ ഒരു അവിവാഹിതനായോണ്ട് പുള്ളിയുടെ രാഷ്ട്രീയത്തിനെ മാത്രമേ അത് ബാധിച്ചുള്ളൂ. രാഷ്ട്രീയ ഭാവിയെ മാത്രമേ ബാധിച്ചുള്ളൂ. കുടുംബത്തെ അത് ബാധിച്ചിട്ടില്ല. കുടുംബത്തെ ബാധിച്ചിട്ടില്ലെന്നല്ല, ഒരു സൈഡ് നോക്കുവാണെങ്കിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്കും അമ്മയുണ്ട്, അതുപോലെ സഹോദരിമാരുണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു സങ്കടം, അവരുടെയൊക്കെ ഒരു വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം തൻ്റെ മകനെ സോഷ്യൽ മീഡിയയിലും അതുപോലെ ഇത്രയും ക്രൂരമായി ക്രൂശിക്കുമ്പോഴത്തേക്ക് അമ്മയുടെയൊക്കെ മനസ്സിലെ വേദന അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റാത്തതാണ്, പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. ഇനി ഷാഫി പറമ്പിലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഷാഫി ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഈ ബർത്ത്ഡേ വിഷസ് എടുത്തുകൊണ്ട് ഷാഫി പറമ്പിലിൻ്റെ അടുത്തോട്ട് പോയിട്ട് നാളെ ഒരു സമയം പറയും, അങ്ങോട്ട് മെസ്സേജ് ഇട്ടിട്ട് പറയും എൻ്റെ അടുത്ത് മോശമായിട്ട് എൻ്റെ അടുത്ത് പെരുമാറി എന്ന് പറഞ്ഞിട്ട്. ഇനി ആ ഒരു വ്യക്തികളുടെ കുടുംബം തകർക്കാനായിരിക്കും ചിലപ്പോൾ ഇവരൊരു നോക്കുന്നത്. അതിനൊരു തുടക്കമായിട്ടായിരിക്കാം. ഇപ്പം നിങ്ങൾ നോക്കിക്കോണേ, ബർത്ത്ഡേ വരെയാണ് ഓർത്ത് വച്ചേക്കുന്നത് അല്ലേ ഷാഫിപ്പറമ്പിലിൻ്റെ. എന്നാൽ സ്വന്തം ഫാദറിൻ്റെ ബർത്ത്ഡേ, മദറിൻ്റെ ബർത്ത്ഡേ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കാണത്തില്ല, ഓർമ്മ കാണത്തില്ല. ഇനി ഞാനിവിടെ ഒരു വീഡിയോ കൂടെ 1-2 ക്ലിപ്പും കൂടെ വെച്ച് തരാം. വി.ഡി. സതീശനെ പറ്റിയിട്ട് ചോദിക്കുന്നതാണ്. ഇതിനകത്തുകൊണ്ട് വി.ഡി. സതീശനെ പറ്റിയിട്ട് ചോദിക്കുന്നത്. വി.ഡി. സതീശൻ പറവൂരത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു നോക്കുമ്പോഴത്തേക്കും ഭയങ്കര വികസനങ്ങളൊക്കെയാണ് വി.ഡി. സതീശൻ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. പറവൂര് നിങ്ങളൊന്ന് പറവൂര് ചെന്ന് നോക്കിക്കേ. കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് പറവൂർ എന്തെങ്കിലും ഒരു വികസനം ഉണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കാം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അന്ന് നിർത്താം. ഞാൻ ഈ വീഡിയോ ഇടുന്ന പരിപാടി അന്ന് നിർത്താം. ഒരു വികസനം ഉണ്ടായിട്ടില്ല ഇവിടെ. ഒരു വികസനം, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പറവൂരൊന്നും ഒരു വികസനം ഉണ്ടായിട്ടില്ല. റോഡിന് പോലും വികസനം ഉണ്ടായിട്ടില്ല. പൊട്ടിപ്പൊളിഞ്ഞ് പാളിച്ചായി കിടക്കുന്ന എത്രയോ റോഡുകളുണ്ട്. പറവൂരിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്നതാണ് അല്ലേ. എന്നാലും വി.ഡി. സതീശനെ പുകഴ്ത്തി പറയുന്നത് അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടത്. അച്ഛനും മകളും ആണല്ലോ, മകളുടെ അച്ഛൻ്റെ മകള് നമ്മൾ കണ്ടതാണല്ലോ. വി.ഡി. സതീശൻ എന്താണ് പറഞ്ഞത്? എൻ്റെ മൂക്കെന്തെങ്കിലും ഒരു വിഷയമുണ്ടായിക്കഴിഞ്ഞാൽ അതിന് മുഖം നോക്കാതെ ഞാൻ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 24 മണിക്കൂറിനകം അയാളെ ഞാൻ പുറത്താക്കിയല്ലോ, എൻ്റെ മോക്ക് ഞാൻ നീതി മേടിച്ചു കൊടുത്തല്ലോ. എന്തുകൊണ്ട് മോളെ കാര്യത്തിൽ ഇത്രയും ഒരു നടപടി എടുത്ത ഒരാൾ അതിനുശേഷം 1, 3, 2 പരാതികളൊക്കെ വന്നല്ലോ, അതിജീവിതകളെന്ന് പറഞ്ഞിട്ട്. ഇപ്പം കണ്ടില്ലേ, 2ാമത്തെ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടം ഫോൺ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതിപ്പെട്ടിട്ടുള്ളത്. രാഹുലിൻ്റെ ഫോൺ ഹാൻഡ് ഓവർ ചെയ്യണം, രാഹുലിൻ്റെ ഫോൺ തരണം, SITക്ക് കൈമാറണം, രാഹുലിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു പരാതിയായിട്ട് പോയല്ലോ. അപ്പം എന്തുകൊണ്ടെന്നാൽ പിന്നെ ആ അതിജീവിതകൾക്കും കൂടെ സപ്പോർട്ട് കൊടുക്കാത്തത്? എനിക്ക് മാത്രം സപ്പോർട്ട് കൊടുക്കുക, എനിക്ക് മാത്രം എന്താണ് ഇത്ര പരിഗണന? പിന്നെ ഒരാൾ കാരണമാണ് ഈ ഒരു പ്രസ്ഥാനത്തെയും രാഹുൽ എന്നൊരു വ്യക്തിയെയും ജനങ്ങളുടെ മുമ്പിൽ ഇത്രയും നാണം കെടുത്തി അപമാനിച്ചത് തന്നെ ഈ റിനി എന്ന് പറഞ്ഞാൽ ഇവർ കാരണം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല അല്ലേ. അവരന്ന് ഇൻ്റർവ്യൂ അതൊക്കെ പ്രീ പ്ലാൻ ചെയ്ത അതൊക്കെ പൈസ കൊടുത്ത് ഇറക്കിയൊരു ഇൻ്റർവ്യൂ തന്നെയാണ്. അവസാനം കണ്ടില്ലേ കൊണ്ടിട്ടിട്ട്
ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന്. എല്ലാം കഴിഞ്ഞ ശേഷം ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. പിന്നെ ഇത് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി അങ്ങ് സംസാരിച്ചതെന്നാണ് പിന്നെ റിനി പറഞ്ഞത്. ഹൂ കേഴ്സ്, എന്നെ ഒരു പാർട്ടിയുടെ ഒരു നേതാവ്, ഒരു MLA എന്നോട് മോശമായിട്ട് സംസാരിച്ചു, എന്നാൽ പരാതി കൊടുക്ക്, എന്നാൽ അതും ചെയ്യുന്നില്ല, എന്നാൽ വ്യക്തിയുടെ പേരൊന്ന് പറ, അതും ചെയ്യുന്നില്ല. ഹൂ കേഴ്സ് ആറ്റിറ്റ്യൂഡുള്ള ഒരാളെന്ന് പറഞ്ഞിട്ട് എന്തല്ലേ? അങ്ങനെ ഒരാളിൽ നിന്നൊരു അങ്ങനെ ഒരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തെളിവ് സഹിതം കാണിച്ചിട്ട്, മെസ്സേജ് അയച്ചെന്നല്ലേ പറഞ്ഞു, മെസ്സേജ് കാണിക്കും, നമ്മളൊന്ന് കാണട്ടെ. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞല്ലോ, തെളിവ് സഹിതം നിങ്ങൾ പരാതി കൊടുക്കുക. എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല? തെളിവില്ലല്ലോ ഇതിന് കയ്യിൽ. തെളിവില്ലാതെ എങ്ങനെ പരാതി കൊടുക്കാൻ? ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, വാട്സാപ്പ് കോളിൽ വിളിച്ചെന്ന് പറഞ്ഞിട്ടുള്ള തെളിവും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് കോടതി SIT രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അപ്പം കോടതി എന്താ പറഞ്ഞത്? തെളിവില്ലാത്തതിൻ്റെ പേരിൽ റദ്ദ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കോടതിയും പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. ആ ഒരു വീഡിയോ അല്ല, റിനിയുടെ ഒരു വീഡിയോ, റിനി VD സതീശനെ പറ്റി പറയുന്നൊരു വീഡിയോ, ബൈറ്റ്, ചെറിയൊരു ബൈറ്റ്, ഓൺലൈൻ മീഡിയാസിന് കൊടുക്കുന്ന ബൈറ്റാണ്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. പറവൂരുകാരിയാന്ന് പറയുന്നത്. ശരിക്കും പറവൂരിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? 10-25 കൊല്ലം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. പറവൂർ ഒരുപാട് വികസിച്ചു, വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. വികസനം എന്ന് പറഞ്ഞാൽ എന്തുവല്ലൊക്കെ വികസനം? അത് പറയാം. ഒരുപാട് വികസനങ്ങളുണ്ട്. എവിടെയാണ് പറവൂരിലെ ഹോസ്പിറ്റലുകൾ, ടൗണൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അന്ന് ഇന്നും പഴയ ആ ഒരു ഇതിൽ തന്നെയാണ് പറവൂർ ഇപ്പോഴും കിടക്കുന്നത്. കാഴ്ചപ്പാടിൽ യാതൊരു വികസനമില്ല. VD സതീശനെ മാറ്റി വെച്ചിരിക്കുന്നത് VD സതീശന് നിലപാടുകളൊക്കെയാണ്. തീർച്ചയായും നിലപാടുകൾ ഒത്തിരി ഉള്ള ഒരാളാണ്. പിന്നെ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വളരെയധികം ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് നിലപാട്. തീർച്ചയായിട്ടും നിലപാടുകൾക്ക് ഒരു മാറ്റം വരുന്നില്ല. VD സതീശന് നിലപാടുകളൊക്കെയാണ്. തീർച്ചയായും നിലപാടുകൾ ഒത്തിരി ഉള്ള ഒരാളാണ്. പിന്നെ ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് വളരെയധികം ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് നിലപാട്. തീർച്ചയായിട്ടും നിലപാടുകൾക്ക് ഒരു മാറ്റം വരുന്നില്ല. കണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ്റെയും മകളുടെയും വലിയൊരു കളി ഇതിന് പുറകിലുണ്ട്. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം ഈ പ്രസ്ഥാനത്തിൽ ഭരണപക്ഷത്തിലെ ആളുകൾക്കും പേടിയില്ലെന്നല്ല, ഭരണപക്ഷത്തെ ആളുകൾക്കും രാഹുലിനെ നല്ല പേടിയാണ്. പക്ഷേ ഭരണപക്ഷത്തെ ആളുകളെക്കാളും കൂടുതൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ രാഹുലിനെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. അവർ പേടി എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെക്കാളും മുകളിലേക്ക് കയറിപ്പോയി നാളെ മുഖ്യമന്ത്രി കസേരയിൽ രാഹുൽ കയറി ഇരിക്കുമോ, നാളെ രാഹുലിനെ സാർ എന്ന് വിളിക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയാണ് ഇവർക്കൊക്കെ, അല്ലാതെ വേറൊന്നുമല്ല ഇതിനകത്ത്. പിന്നെ രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തി ചുരുങ്ങിയ ഒരു സമയം കൊണ്ടാണ് രാഹുലിൻ്റെ ഒരു കയറി വരക്കം നമ്മൾ കാണുന്നത്, അല്ലേ? ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ചുരുങ്ങിയ ഒരു സമയം കൊണ്ടാണ് രാഹുൽ MLA ആകുന്നതും. അതുപോലെ 1.5 കൊല്ലം കൊണ്ട് പാലക്കാടിന് രാഹുൽ നൽകിയ വികസനങ്ങൾ പാലക്കാട്ടിലെ ജനങ്ങളോട് പോയി ചോദിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 12 വീടുകളിലെ പണി തറക്കല്ലിടിയിൽ വരെ രാഹുൽ പൂർത്തീകരിച്ചു. അതിനകത്ത് 3 വീട് കംപ്ലീറ്റ് ചെയ്തു. താക്കോൽദാന ചടങ്ങ് വരെ കഴിഞ്ഞു. അതെല്ലാം നമ്മൾ കണ്ടതാണ്. 100 വീടുകളാണ് ടാർഗറ്റ് ചെയ്ത്, 100 വീടുകളാണ്. ആ 100 വീടുകളെയും പണി 2 കൊല്ലം കൂടെ പുള്ളിക്ക് കിട്ടിയിരുന്നെങ്കിൽ പുള്ളി 100 വീടുകളിൽ ഒരു 50 വീടുകൾ ഫിനിഷ് ചെയ്ത് ഒരു 5 കൊല്ലം കൊണ്ട് 100 വീട് കംപ്ലീറ്റ് ചെയ്തേനെ. എങ്ങനെ പോയാലും രാഹുൽ ഈ വട്ടം മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത 5 വർഷം കഴിയുമ്പോഴത്തേക്ക് രാഹുലിൻ്റെ പേരായിരിക്കും മുഖ്യമന്ത്രി കസേരയിലേക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ പറയുന്നതും. പാർട്ടി വരെ രാഹുലിൻ്റെ പേര് പറയുമെന്ന് നല്ല ബോധ്യം ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകൾക്ക് ഉള്ളതുകൊണ്ടാണ്. ഈ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല, അവർ തന്നെയാണ് രാഹുലിനെ തകർക്കാൻ മുൻകൈ എടുത്ത് നിന്നത്. അല്ലെങ്കിൽ ഗണേഷ് കുമാറിന് ഇപ്പം ഗണേഷ് കുമാറിൻ്റെ പേരിൽ ഏറ്റവും വലിയൊരു ആരോപണമാണ്, രാഹുലിൻ്റെ പേരിൽ വന്നതിനേക്കാളും വലിയൊരു ആരോപണമല്ല, സ്വന്തം ഭാര്യ പറഞ്ഞിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം വന്നിട്ട് പോലും എന്താണ് ആ പ്രസ്ഥാനം ഭരണപക്ഷം ചെയ്തത്? ഗണേഷ് കുമാറിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുകയാണ് ചെയ്തത്, അല്ല തള്ളിക്കളഞ്ഞില്ല. പാർട്ടിക്ക് വേണമെങ്കിൽ പുറത്താക്കായിരുന്നു. കാരണം ഇലക്ഷൻ വരുവാണ്. ഇങ്ങനെ ഒരു ആരോപണം വെച്ചുകൊണ്ട് ഒരാളെ പ്രസ്ഥാനത്തിരുന്ന് കഴിഞ്ഞാൽ അത് തിരിച്ചടി ഉണ്ടാവുമെന്ന് ഈ പ്രസ്ഥാനം പറഞ്ഞു. ഇല്ല, അതാണ് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വാല്യൂ ആയിട്ടുള്ളൊരു. കാരണം പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ, അണികളെ, പ്രവർത്തകരെ എന്ത് വില കൊടുത്തും സപ്പോർട്ട് ചെയ്യുക. പക്ഷെ എന്നിട്ടും രാഹുലിന് ഇങ്ങനൊരു ആരോപണം വന്നെങ്കിൽ ഇവർക്കും
ഈ കോൺഗ്രസ്സുകാർക്കും പറയാമല്ലോ, പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്കും പറയാമല്ലോ, നിങ്ങൾ ഗണേശനെ പുറത്താക്കിയില്ല, അപ്പം ഞങ്ങളും രാഹുലിനെ തിരിച്ചെടുക്കുവാണ് എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കാനും സിമ്പിളായിരുന്നു തിരിച്ചെടുക്കാമായിരുന്നു. ആ ഒരു വിഷയം വന്നപ്പോൾ രാഹുലിന് അവസരം കൊടുത്ത് പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കാമായിരുന്നു, സീറ്റ് കൊടുക്കണ്ട, തിരിച്ചെടുക്കാമായിരുന്നു. പക്ഷെ അതുപോലും ചെയ്തില്ല. അപ്പം ഇതിനകത്തുള്ള കളികൾ നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തരാം. അതുപോലെ ആ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെച്ചേരെ.